സ്വർലോക പൗരജനമേ തരുമോ ഈ ലോകം സ്ഥിരധനമോ സുഖമോ നമ്മൾ കണ്ടിനിയുലകിൽ മഹിമ ക്രിസ്തുവിൻ്റെ തിന്മ ചുമക്കാം നമ്മൾ കണ്ടിനിയുലകിൽ മഹിമ ക്രിസ്തുവിൻ്റെ തിന്മ ചുമക്കാം സ്വർലോക പൗരജനമേ തരുമോ ഈ ലോകം സ്ഥിരധനമോ സുഖമോ നമ്മൾ കണ്ടിനിയുലകിൽ മഹിമ ക്രിസ്തുവിൻ്റെ തിന്മ ചുമക്കാം നമ്മൾ കണ്ടിനിയുലകിൽ മഹിമ ക്രിസ്തുവിൻ്റെ തിന്മ ചുമക്കാം വിലയേറും നീളം ചൊരിഞ്ഞു നമ്മെ വീണ്ടെടുത്തതവനാ വിലയേറും നീളം ചൊരിഞ്ഞു നമ്മെ വീണ്ടെടുത്തതവനാ തന്റെ കാൽ ചുമടുകളിൽ നോക്കി പിന്തുടരും നമ്മളഞ്ഞരുലകിൽ. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന ഘട്ടങ്ങളിൽ മാത്രമല്ല അവർ ദൈവത്തെ ആരാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചില സന്ദർഭത്തിൽ നമ്മൾ പറയാറുണ്ട്, ഇന്ന് ആരാധനയ്ക്കകത്ത് ഒരു അന്തരീക്ഷവും ഇല്ലായിരുന്നു. അപ്പോൾ അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാൻ പറ്റൂ എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ കയറി കിടപ്പുണ്ട്. ഇന്നൊരു അന്തരീക്ഷം ഇല്ലായിരുന്നു. എന്താണ് നമ്മൾ ഈ അന്തരീക്ഷം ഇല്ലെന്ന് ഉള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? സ്തോത്രം. അപ്പം അന്തരീക്ഷമാണോ നമ്മുടെ ആരാധനയെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആകരുത്. അന്തരീക്ഷം ഇല്ലെങ്കിലും നമുക്ക് ആരാധിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ അകത്തുള്ള ദൈവകൃപ വേണ്ടതുപോലെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അന്തരീക്ഷം ഉണ്ടാക്കി നമ്മൾ ആരാധിക്കണമെന്നുള്ളതാണ്. അതിനൊരു അനുഗ്രഹീത തെളിവ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദീർഘമായി സംസാരിക്കാൻ പോയാൽ സമയം ലഭ്യമാവുകയില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിലോട്ട് വരാം. ഒത്തിരി തെളിവുകൾ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എങ്കിലും ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പരിചിതമായിട്ടുള്ള വാക്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. 20-ാമത്തെ വാക്യം ഞാൻ വായിപ്പിച്ചത് താൻ കടന്നുപോയ ജീവിത സാഹചര്യത്തിന്റെ സമ്മർദ്ദം ആ മനുഷ്യനെ അത്ര കണ്ടു ഉലച്ചു. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ എഴുന്നേറ്റു വസ്ത്രം കീറി. അതിദുഃഖം വരുമ്പോഴാണ് തിരുവചനത്തിൽ എന്ത് ചെയ്യുന്നത്? വസ്ത്രങ്ങൾ കീറുന്നത്. അപ്പോൾ തന്നെ ദൈവദൂഷണം പോലെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ വസ്ത്രം കീറുന്നുണ്ട്. വസ്ത്രം കീറാൻ ബൈബിളിൽ പല തെളിവുകൾ, കീറാനുള്ള സാഹചര്യങ്ങൾ തിരുവഴുത്തിലുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് താങ്ങാൻ കഴിയാത്ത ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രതീകാത്മക എന്ന വണ്ണം ധരിച്ചിരിക്കുന്ന വസ്ത്രം എത്ര വില കൂടിയതാണെങ്കിലും അവരത് വലിച്ചു കീറാറുണ്ട്. ഇവിടെ ഇയ്യോബിന് വസ്ത്രം കീറേണ്ടി വന്നു. അത്രയധികം ആഴമായ ഒരു ദുഃഖത്തിൽ കൂടി ആ മനുഷ്യൻ കടന്നു പോകുകയാണ്. അടുത്ത ഭാഗത്ത് താൻ പറയുന്നുണ്ട്, താൻ തല ചിരച്ചു എന്ന് വെച്ചാൽ തലമുടിയൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ദുഃഖത്തിന്റെ കഠിനത കൊണ്ട് ചിലപ്പോൾ തലമുടി എന്ത് ചെയ്യാറുണ്ട്? പിച്ചിപ്പറിക്കാറുണ്ട്. അപ്പോ സുബോധമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ പെരുമാറത്തക്ക നിലയിൽ തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അത്ര കണ്ട് ഇയ്യോബിനെ സമ്മർദ്ദത്തിലാക്കി. എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്കറിയാം, 10 മക്കൾ ഒരു ദിവസം തനിക്ക് നഷ്ടപ്പെട്ടു. മൃഗസമ്പത്തുക്കൾ എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. വല്ലാത്ത പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നു. ആരാധിക്കാനോ യാഗമർപ്പിക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല.
20-ാം വാക്യം തന്റെ ദുഃഖത്തിന്റെ കഠിനത വെളിപ്പെടുത്തുമ്പോൾ 21-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയ്ക്കൊരു സാഹചര്യവും തനിക്ക് അനുകൂലമല്ലെങ്കിലും അനുകൂലമല്ലാത്ത സാഹചര്യത്തിനകത്ത് ആരാധനയ്ക്കായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കി യോബ് ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? 42-ാമത്തെ അധ്യായം വരെ നമ്മൾ കാത്തിരുന്നു വായിച്ചാൽ അതിനകത്ത് വെളിപ്പെട്ട ദൈവമഹത്വത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്തരീക്ഷം ഇല്ലാതിരുന്നപ്പോൾ അന്തരീക്ഷം ഉണ്ടാക്കി ആരാധിച്ച ആ ഭക്തന് നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു. ഇന്ന് പകൽ സാഹചര്യങ്ങളോ ശരീരസ്ഥിതിയോ മാനസിക സ്ഥിതിയോ ഒന്നും പരിപക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ ആരാധനയ്ക്കായി നമുക്ക് സഹായകമായിരിക്കത്തില്ല എങ്കിലും ഈ പകൽ അതിനെ മറികടന്ന് ആരാധിക്കാൻ നാം തയ്യാറാകുമ്പോഴാണ് അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഇറങ്ങി വരുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലും ആരാധനയ്ക്കായിട്ടുള്ള അനുകൂല സാഹചര്യം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്തരീക്ഷം ഇല്ലാതിരുന്നപ്പോൾ പൗലോസും ശീലാസും അവിടെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? കയ്യിൽ ചങ്ങല കിടപ്പുണ്ട്, കാലിൽ വിലങ്ങ് കിടപ്പുണ്ട്, വലിച്ചിടച്ചതിന്റെ മുറിപ്പാടുകൾ അവരുടെ ശരീരത്തിലുണ്ട്. ആരാധനയ്ക്കായിട്ടൊരു അന്തരീക്ഷം തനിക്ക് അവിടെ ലഭ്യമല്ല. പക്ഷെ അവരിരുവരും അന്നു രാത്രി ആ അർദ്ധരാത്രിയായ സമയം എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായി. അന്തരീക്ഷം ഇല്ലായിരുന്നു ആരാധനയ്ക്കായി, അന്തരീക്ഷം ഇല്ലായിരുന്നു പ്രാർത്ഥനയ്ക്കായി. പക്ഷെ അവരുടെ പരിമിതികളുടെ അകത്ത് ആരാധനയ്ക്കായി ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരുടെ കയ്യിലുള്ള ചങ്ങല വീണു, അവരുടെ കാലിലുള്ള വിലങ്ങ് അഴിഞ്ഞു മാറി, അവരുടെ അടച്ചിട്ടിരുന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. അവരുടെ പാട്ടും പ്രാർത്ഥനയും കേട്ടവരുടെ ജീവിതത്തിൽ വരെ പരിവർത്തനം ഉണ്ടാകത്തക്കതില്ല. ഒരു ദൈവപ്രവൃത്തി കാരാഗ്രഹത്തിന്റെ ഉൾമുറിക്കകത്തിറങ്ങി വന്നെങ്കിൽ ഈ പകലിൽ ഇവിടെ ഇരുന്ന് നാം ദൈവത്തിനെ ആരാധിക്കാൻ തടസ്സങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ പകൽ ചിന്തിക്കുക, സാഹചര്യം അനുകൂലമല്ലെങ്കിലും ആരാധിക്കാൻ നാം തയ്യാറായാൽ നാം പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ ദൈവം നമ്മുടെ ലൈഫിൽ നൽകി തരും. അപ്പൊ അന്തരീക്ഷം ഉണ്ടായിട്ട് ആരാധിക്കാനിരിക്കരുത്, നാം അന്തരീക്ഷം ഉണ്ടാക്കി എന്ത് ചെയ്യണം? ആരാധിക്കണം. അങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ കയ്യിലെ വിലങ്ങുകൾ എന്ത് ചെയ്തു? വിലങ്ങുണ്ടായിരുന്നവരുടെ, ചങ്ങല ഉണ്ടായിരുന്നവരുടെ കയ്യിലെ വിലങ്ങുകൾ താഴെ പോയി. പക്ഷേ ആരാധിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടും ആരാധിക്കാത്തവർക്ക് വരുന്ന ഗതികേട് ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. അതുകൂടി വായിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അതും അറിയാവുന്ന വാക്യമാണ്. 28-ന്റെ 47-48. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ. സകല വസ്തുക്കളുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുമ്പോൾ ദൈവം അതിൽ കൂടി ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ഉന്മേഷത്തോടെ ഹൃദയ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെ സേവിക്കാതെ വന്നാൽ യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടി സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ആരാധിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടായിട്ട് ആരാധിക്കാതിരുന്നാൽ അവരുടെ ചുമലിൽ ഇരുമ്പു നുകം കയറുമെന്ന്. എന്നാൽ ആരാധിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും അന്തരീക്ഷം ഉണ്ടാക്കി ആരാധിക്കുന്നവന്റെ കയ്യിലെയും കാലിലെയും ചങ്ങലകളെ ദൈവം അഴിക്കുമെന്ന്. അപ്പോ ഈ പകലിൽ നമ്മൾ ഇതിലേതു ഗണത്തിൽപ്പെടുന്നു? അന്തരീക്ഷം ഉണ്ടായിട്ടും ആരാധിക്കാത്തവരുടെ ഗണത്തിലാണ് നമ്മളെങ്കിൽ ഈ ആരാധന നമുക്ക് വിടുതലാകത്തില്ല. അങ്ങനെ അന്തരീക്ഷം ഉണ്ടായിട്ട് ആരാധിക്കാത്തവർക്ക് ആരാധന ചിലപ്പം ബന്ധന കാരണമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാഹചര്യമെല്ലാം പ്രതികൂലമായിട്ടും അന്തരീക്ഷം ഉണ്ടാക്കി ആരാധിക്കാൻ മനസ്സ് കാണിച്ചവർ അതുവരെ ബന്ധനത്തിലാണെങ്കിലും ആരാധന കഴിയുമ്പോൾ ദൈവം അവരെ സ്വതന്ത്രരാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് അത് അതുപോലെ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ്
നമ്മിൽ ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആര്? നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും ഒക്കെ നമുക്ക് ബോധിച്ചതുപോലെ ആകരുത്, ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞാകണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. അതുകൊണ്ട് അനുകൂലമല്ലാത്ത പരിതസ്ഥിതികളുടെ നടുവിലും നാം അന്തരീക്ഷം ഉണ്ടാക്കി എന്ത് ചെയ്യണം? ആരാധിച്ചാൽ അതുവരെ നമ്മുടെ മേൽ കിടക്കുന്ന ചിലതിനെ കർത്താവ് വഴി തന്റെ കാൽ ചുവടുകളിൽ നോക്കി പിന്തുടരും നമ്മളഞ്ഞുലകിൽ. തന്റെ കാൽ ചുവടുകളിൽ നോക്കി പിന്തുടരും നമ്മളഞ്ഞുലകിൽ. ലോക പൗരജനമേ തരുമോ ഈ ലോകം സ്ഥിരധനമോ സുഖമോ നമ്മൾ കണ്ടിനിയുലകിൽ മഹിമ ക്രിസ്തുവിന്റെ നിന്ന ചുമക്കാം. നമ്മൾ കണ്ടിനിയുലകിൽ മഹിമ ക്രിസ്തുവിൻ